Hi dear students, welcome back to Xylem Learning. Abdullah sir ആണ്. എല്ലാ മക്കളും സാർ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാർ എവിടെ ഉണ്ട് മക്കളെ? ഇവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം മക്കളെ ഷെയർ ചെയ്യട്ടോ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ സെക്കൻഡ് പാർട്ടോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് വാ. ഇത്രയൊന്നും പോരല്ലോ നമ്മുടെ ലൈവ്. ഇത്രയൊന്നും പോരാ ലൈവ് വാച്ചിങ് കൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ട മക്കൾക്ക് എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് കൂടി കാണേണ്ടതല്ലേ? അതെ, ഫസ്റ്റ് പാർട്ട് കണ്ടു. ഒരു സിനിമ പകുതി കിട്ട് മക്കൾ പോകാറുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാപ്റ്റർ പകുതി കിട്ട് ആരും പോകരുത്. അപ്പൊ എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി മക്കൾ എല്ലാവരും വെയിറ്റിംഗിലായിരുന്നു എന്ന് സാറിന് അറിയാം. അപ്പൊ ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. എല്ലാ മക്കൾക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട്, അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാ മക്കളും. ആ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാം? നമ്മുടെ ഈ ഒരു ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആരൊക്കെയാണോ വന്നിട്ടുള്ളത്, ആ വന്നതിന് ആർക്കൊക്കെയാണോ ABD സാറെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവരൊക്കെ പോയി ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിടാ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിടാ. ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ എന്താ മക്കൾ ഇത്ര മടി? എന്ത് പറ്റി? ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മക്കൾക്ക് എന്താ ഇത്ര മടി? ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അവരൊക്കെ ഓടിപ്പോയി ചാടിപ്പോയി ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി വെച്ചോളി. നമ്മൾ സെക്കൻഡ് പാർട്ട് സെറ്റാക്കി എടുത്തു തരിക. ഗുഡ് ഈവനിങ് ടു ഓൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മുഹമ്മദ് റബീവ് പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറ്റി റബീവ്, ഉറക്കം വന്നോ? റബി നേരത്തെ വന്നു തോന്നുന്നില്ല, ടൈമൊക്കെ തെറ്റി നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിവേ എല്ലാവർക്കും എന്താണ് ഗുഡ് ഈവനിങ്. ഓക്കെ, റബീന് ഉറക്കൊക്കെ വന്നിട്ടുണ്ട്. റബി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും സാർ സ്റ്റാർട്ട് ചെയ്യാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വന്ന മക്കളൊക്കെ ഒന്ന് പോയി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്കും കൂടി എന്ത് ചെയ്യുക? നമ്മുടെ വ്യൂ കൗണ്ടും ലൈക്ക് കൗണ്ടും എപ്പോഴും എന്ത് ചെയ്യുക? ഈക്വലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾറെഡി ലൈക്ക് ഇട്ടിട്ടുണ്ടെന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഇടാത്ത മക്കളൊക്കെ എന്ത് ചെയ്യുക? പോയിട്ട് ഇട്ടോളി, സെറ്റാക്കിക്കോളി. അപ്പോൾ ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇലക്ഷന് കാൻഡിഡേറ്റ് ആവാനുള്ള ഏജ് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? 25 ഇയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ചില കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇലക്ഷൻ സിസ്റ്റത്തിൽ വന്നുള്ള ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. Recently, a new system of declaration has been introduced on direction from the Supreme Court. Supreme Court പുതിയൊരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. എന്താണ്? കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു 25 വയസ്സ് പൂർത്തിയാവണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? 25+ നമ്മൾ പറഞ്ഞു. പിന്നെ എന്തും കൂടി പറഞ്ഞു, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള 25 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ഇലക്ഷന് മത്സരിക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഇതൊക്കെ കൂടാതെ സുപ്രീം കോർട്ടിന്റെ ചില ഡയറക്ഷൻസ് ഉണ്ട്. എവറി candidate has to make a legal declaration giving full details of dash. എന്തിനൊക്കെയാണ്? എല്ലാ കാൻഡിഡേറ്റും മത്സരിക്കാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും മത്സരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സീരിയസ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് ദ കാൻഡിഡേറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസസ് ഉണ്ടോ? നമ്മുടെ കാൻഡിഡേറ്റ് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. മേ ബി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും പല സമരങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരിലും എന്തുണ്ടാവും? കേസ് ഉണ്ടാവും. മിക്ക പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരിൽ എന്തുണ്ടാവും? കേസസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. എല്ലാവരും ജനറലൈസ് ചെയ്യുന്നില്ല, എന്നാലും മെജോറിറ്റിയുടെ പേരിൽ എന്തുണ്ടാവും? പല സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്തു, പല സ്ട്രഗിൾസ് കണ്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക, പല പ്രൊട്ടസ്റ്റ് നടത്തി, അങ്ങനെ ഇങ്ങനെ ചില്ലറ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കേസുകൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? സീരിയസ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് കാൻഡിഡേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിമിനൽ കേസസ് പെൻഡിങ് ആണോ, അതല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ കേസിന്റെ വിധി വന്നോ, അത് ക്ലോസ് ചെയ്തോ, ഇത് കൃത്യമായിട്ടും എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. ദെൻ details of the assets and liabilities of the candidates and his or her family and educational qualification of the candidate. പിന്നെ എന്ത് വേണം? എത്ര സ്വത്തുണ്ട് നമ്മൾ ഈ കാൻഡിഡേറ്റിന്, എത്രത്തോളം എന്തുണ്ട്? അസറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്വത്ത് വകകളുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ലിയാബിലിറ്റീസ് ഉണ്ട്, എത്രത്തോളം കടബാധ്യതകളുണ്ട്, എത്രത്തോളം ബാധ്യതകളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടും സബ്മിറ്റ് ചെയ്യണം. ഇത് ആർക്ക് വേണ്ടിയാണ്? നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡറെ ജയിപ്പിക്കുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? ഒരു കാൻഡിഡേറ്റ് ഇലക്ഷന് മത്സരിക്കും
വിചാരിക്കുന്നു. അയാൾക്ക് കുറേ പൈസ ഉണ്ടെന്ന് വിചാരിച്ചോ, പൈസ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ബട്ട് അയാൾ എങ്ങനെയാണ് അത് ഏൺ ചെയ്തത്, എന്ന് നമുക്ക് അറിയേണ്ടതായിട്ട് വരും അല്ലേ. ബിക്കോസ് അയാൾ എന്താ പറയുക, പലതരത്തിലുള്ള കറപ്ഷൻ ത്രൂവും ഒക്കെയാണോ, അയാൾ മുൻപേ പല പൊസിഷനിൽ ഇരുന്ന ആളുകളാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരാൾ, ഇപ്പം ഞാനാണ് ഇലക്ഷന് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, ഞാൻ എന്തൊക്കെ കൊടുക്കണം, ഞാൻ ഇലക്ഷന് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കൊടുക്കണം, അതായത് എന്തൊക്കെ കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ പറയുക ഫുഡ് വാങ്ങി കൊടുക്കുക, അങ്ങനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എത്ര സ്വത്തുണ്ട്, എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, എനിക്കെതിരെ കേസ് ഉണ്ടോ, ക്രിമിനൽ കേസ് പെൻഡിങ്ങിലാണോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. സുപ്രീം കോർട്ടിൻ്റെ പുതിയ എന്താ പറയുക നിയമപ്രകാരം ഇത്രയും കാര്യങ്ങൾ കാൻഡിഡേറ്റ് എന്ത് ചെയ്തിരിക്കണം, ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോഴും സാറിന് ഭയങ്കര സങ്കടമുണ്ട്, കാരണം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് ഡബിളോളം ആളുകൾ ലൈവ് കണ്ടിരുന്നു. ഇതിൻ്റെ ഡബിളോളം ആളുകൾ ലൈവ് കണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ പകുതിയോളം ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലൈവ് കാണുന്നുള്ളൂ. എന്ന് കാണുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും നമുക്ക് മൂവ് ചെയ്യാം. അപ്പം നമ്മളോട് പറയുന്നത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ കേസസ് ഉണ്ടോ, അപ്പോൾ അസറ്റ്സ് എന്തൊക്കെയാണുള്ളത്, അപ്പോൾ ലിയാബിലിറ്റീസ് കടബാധ്യതകളുണ്ടോ, അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇനി ഒരു കാൻഡിഡേറ്റ് ഇലക്ഷൻ മത്സരിച്ചു, അപ്പോൾ അയാൾ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളിൽ റോങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിവരാവകാശ കമ്മീഷൻ ത്രൂവും അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചേഞ്ചസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്യാനും അതിലെന്താ പറയുക, അവരെ കൊണ്ട് തെറ്റാണ് അവർ കൊടുത്തെങ്കിൽ അവർ എന്ത് ചെയ്യണേ, ആ പൊസിഷൻ തന്നെ പോകാനും ചിലപ്പോൾ കാരണമായേക്കാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വ്യക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ സാർ സുഖല്ലേ നിൽക്കുന്നുണ്ട്. യെസ്, ആമിന സാറിന് സുഖമാണ്, മക്കൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്, എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. സർ ഡു ദേ സബ്മിറ്റ് ദിസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്? അവരത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷന് മുമ്പാണ് മക്കളെ. ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഫോർമേഷനെ കുറിച്ചും ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫെയർ ഇലക്ഷനൊക്കെ നടത്താൻ വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കാനുണ്ട് മക്കളെ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലാണ് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, കാൻഡിഡേറ്റ്സ് നോമിനേഷനൊക്കെ കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ആ ഇലക്ഷൻ കമ്മീഷനർക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then നമ്മളോട് പറയുന്നത് this information has to be made public. This provides an opportunity to the voters to make their decision on the basis of information provided by the candidates. അപ്പോൾ ഇത് ആർക്ക് അവൈലബിൾ ആണ്, പബ്ലിക്കിന് അവൈലബിൾ ആണ്. ബിക്കോസ് ഇലക്ഷൻ കമ്മീഷൻ മുഖാനെ കൊടുത്തിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് ഒക്കെ ആർക്ക് അവൈലബിൾ ആണ്, പബ്ലിക്കിന് അവൈലബിൾ ആണ്. സാറിന് അറിയണമെങ്കിൽ സാറിന് അറിയാം. ഒരു ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഒരു കാൻഡിഡേറ്റ് കൊടുത്തുള്ള ഇൻഫോർമേഷൻ സാറിന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സാറിന് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് കൊടുത്ത് അതറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ടും പറ്റും. അയാൾ ക്രിമിനൽ കേസസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്രിമിനൽ കേസസ് ഉണ്ട്, അപ്പോൾ ക്രിമിനൽ കേസസ് ഉള്ള ഒരാളെ നമുക്ക് വേണ്ട. ക്രിമിനൽ കേസസ് പെൻഡിങ്ങിലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ റൂളറായി സെലക്ട് ചെയ്യുമ്പോൾ അത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ആ ഗവൺമെൻറ് കൂടുതൽ ചെയ്യാൻ കാരണമായേക്കാം അല്ലേ. ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ കമൻറ്റ് ചെയ്യും മക്കളെ. കുറച്ച് മക്കളൊക്കെ പേജ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിമിനൽ കേസസ് അയാൾക്ക് മുമ്പിലുണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്ക് പറ്റും, പബ്ലിക്കിന് പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇപ്പോഴത്തെ കൂടുതൽ മക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡർ, നമ്മുടെ റൂളർ എന്ന് പറയുന്നത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്കിലും വേണം എന്ന് പല മക്കളും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. എസ്പെഷ്യലി നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇപ്പോൾ സെർട്ടൻ മിനിസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയെങ്കിലും എന്ത് വേണം, എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ വേണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ എസ്പെഷ്യലി കേരളൈറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ ആവട്ടെ അല്ലെങ്കിൽ അതും അത്തരത്തിലുള്ള നോളജ് സെക്ടറോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിലൊക്കെ നിർബന്ധമായിട്ടും ആര് തന്നെ വേണം, എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ തന്നെ വേണം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം സാർ ഒരു കാര്യം പറയാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ഒരു കാൻഡിഡേറ്റിന് അയാൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വാളിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കേണ്ടത്. ഒരു റൂളർക്ക് ഒരിക്കലും ക്രൈറ്റീരിയ അല്ല, എന്ത് മാനദണ്ഡമല്ല, അയാൾ ക്വാളിഫൈഡ് ആയിരിക്കണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയയും ഇല്ല മക്കളെ. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ നൗ ഡേയ്സ് നമ്മൾ എന്തും കൂടി നോക്കാറുണ്ട്, ഒരാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി നോക്കാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് നോക്കും,
അയാൾ വിദ്യാസമ്പന്നനാണോ, അയാൾക്ക് ആ പൊസിഷനിൽ നിൽക്കാനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കും. അറ്റ് ദ സെയിം ടൈം സാർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PhD ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ സോഷ്യൽ സർവീസ് പോസിബിൾ ആയിരിക്കണം എന്നില്ല. അയാൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ആ എഡ്യൂക്കേഷൻ അയാളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സെക്ടറിൽ അയാൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അയാൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെന്നില്ല, സോഷ്യൽ സർവീസ് ചെയ്യണം ആഗ്രഹം ഉണ്ടാവണമെന്നില്ല, അയാൾക്കൊരു റൂളർ ആവാൻ പറ്റണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം നൗ ഡേയ്സ് നമ്മൾ എന്ത് നോക്കാറുണ്ട്, ഒരു റൂളറുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ സാർ ഒരു കാര്യം ഇവിടെ എക്സ്ട്രാ പറയാണ്, ക്വാളിഫിക്കേഷൻ ഒരിക്കലും ക്രൈറ്റീരിയ അല്ല. ക്വാളിഫിക്കേഷൻ മീൻസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒരിക്കലും ഇലക്ഷന് ക്രൈറ്റീരിയ അല്ല. ബട്ട് അത് സബ്മിറ്റ് ചെയ്യണം. അത് ഇൻ ഫ്യൂച്ചർ നമ്മൾ പബ്ലിക്കിന് ചോദിക്കുകയാണ്, ഞങ്ങളെ ഗവേൺ ചെയ്യുന്ന ആളുകളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പബ്ലിക്കിന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അയാൾ എഡ്യൂക്കേറ്റഡ് അല്ല, അയാൾ സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് ഒരിക്കലും ഒരു ക്രൈറ്റീരിയ അല്ല മക്കളെ. ഓക്കെ, അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻ കിട്ടുന്നതോടുകൂടി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഒരു റൂളറെ സിലക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളാണ്, നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇലക്ഷൻ ക്യാമ്പയിനുകൾ കണ്ടിട്ടുണ്ടാവും. മക്കളൊക്കെ വീട്ടിൽ ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേതാവ് നല്ല നേതാവ് എന്നൊക്കെ പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യും, ഒരു നോട്ടീസ് ഒക്കെ പിടിച്ചു വരും, ഞാനാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. ചിരി ഉണ്ടാവും 24 മണിക്കൂറും. എപ്പോഴും എന്തുണ്ടാവും, മുഖത്ത് നമ്മുടെ വട്ടപ്പാട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിരിയും ഫിറ്റേജിലായിരിക്കും വരാം. ചിരിച്ചുകൊണ്ടായിരിക്കും നിൽക്കുക. ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പറയും, ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, എൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് അബ്ദുല്ല ബക്കർ എന്നാണ്, ഞാനിവിടെ മത്സരിക്കുന്നു, എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ഞാൻ ജയിച്ചാൽ ആന തരും, ചേന തരും, അത് തരും, ഇത് തരും എന്നൊക്കെ നമുക്ക് കുറേ എന്ത് തരും, പ്രോമിസസ് തരാറുണ്ട്. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഇലക്ഷൻ ക്യാമ്പയിൻ നിങ്ങളാരും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ കുറേ ആളുകളൊക്കെ വോട്ട് ചോദിച്ചു വരുന്നൊക്കെ കണ്ടിട്ടില്ല മക്കളെ? കണ്ടിട്ടില്ല മക്കളെ? യെസ്. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ എന്തുണ്ടാവും? യെസ്, നല്ല ചിരിയൊക്കെ ഉണ്ടാവും അല്ലേ? നല്ല ചിരി ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ സ്വന്തം ABD സാറൊക്കെ ഇങ്ങനെ ചിരിക്കാറില്ലേ? അപ്പോൾ ഇതുപോലെ ചിരിച്ച് സാറൊക്കെ ഇലക്ഷൻ മത്സരിച്ച കഥയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ആ സമയത്തൊക്കെ സാറിനെ മുഖത്ത് എപ്പോഴും ചിരിയായിരുന്നു. ആരെങ്കിലും ദേഷ്യമുള്ള ആളാണെങ്കിലും എന്ത് ചെയ്യുക, തെരയൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് എനിക്ക് ഞാൻ തരടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടായിരിക്കും ആര് നിൽക്കുന്നത്, നമ്മുടെ കാൻഡിഡേറ്റ്സ് നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്കൊരു റൂളറെ അറിയുന്നത് എന്തിലൂടെയാണ്? ഇലക്ഷൻ ക്യാമ്പയിനിലൂടെയാണ് നമുക്ക് ആരറിയുന്നത്, ഒരു റൂളറെ നമുക്ക് പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ നമുക്ക് അറിയുന്നത്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് തരടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ക്യാമ്പയിൻ എങ്ങനെ നോക്കാം. The main purpose of election is to give people a chance to choose the representative, the government and the policies they prefer. അപ്പോൾ ഇലക്ഷൻ എന്ന ക്യാമ്പയിൻ്റെ മെയിൻ എന്താ പറയുക, നമ്മളിവിടെ പറയുന്നുണ്ട് ഇലക്ഷൻ്റെ മെയിൻ എന്താ പറയുക, ഓക്കെ ലൈക്ക് ദിസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതന്നെ മക്കളെ, അതന്നെ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? യെസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ചില ടീച്ചേഴ്സിനോടൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനോട് അത് നേരിട്ട് കാണിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കാറില്ലേ? യെസ്, ടീച്ചറാ എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാനുണ്ട്, പക്ഷെ ആ ടീച്ചറെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ABD സാറെ ഇഷ്ടമല്ല, പക്ഷെ ABD സാറോട് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാനുണ്ട്. അപ്പോൾ ABD സാറേ എന്താണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ എന്തുണ്ടാവും, ഒരു കലിപ്പ് ലുക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് കാണിക്കൂല. പുറത്ത് പല്ല് 20-36 പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അല്ലെ? ലൈക്ക് അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇലക്ഷൻ എന്ന് പറയുന്നത് പീപ്പിൾസിന് അവർക്ക് വേണ്ട റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യാനുള്ള, തെരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗമാണ് എന്തു പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് നോക്കാം. Therefore, it is necessary to have a free and open discussion about who is better representatives, which party will make a better government, or what's a good policy. This is what happened during the election campaign. Election campaign എന്താണ് സംഭവിക്കുന്നത്? ഇലക്ഷൻ ക്യാമ്പയിനിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാം. വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കും. നെക്സ്റ്റ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് എടുക്കും മക്കളെ. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം കൂട്ടത്തിൽ ആരാണ്, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ തന്നെ A പാർട്ടി, B പാർട്ടി, C പാർട്ടി മത്സരിച്ചാൽ ഇതിൽ ആരാണ് കൂടുതൽ പ്രോമിസ് തരുന്നത്, ഇതിൽ ആരാണ് കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, നമ്മുടെ നീഡ്സ് ആരാണ് ഫുൾഫിൽ ചെയ്യുന്നത്, അവരെ സെലക്ട് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. വിച്ച് പാർട്ടി മേക്ക് എ ബെറ്റർ ഗവൺമെന്റ്, ഓർ വാട്ട് ഈസ് എ ഗുഡ് പോളിസി. ഏത് പാർട്ടിയാണ്
ബെറ്റർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മേക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പോളിസിയാണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തിലൂടെയാണ്? ഇലക്ഷൻ ക്യാമ്പയിനിലൂടെയാണ്. സാർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ നമുക്ക് കുറേ എക്സാമ്പിൾസ് ഇവിടെ വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മത്സരിക്കും പറയുകയാണ്, ഞാൻ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഞാൻ നടപ്പിലാക്കും എന്നൊരു പാർട്ടി പറയുന്നു. മറ്റൊരു പാർട്ടി പറയുന്നു നമ്മുടെ റോഡ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ പ്രോബ്ലം, അപ്പോൾ ആ റോഡ്സ് ഒക്കെ എന്ത് ചെയ്യും? റീകൺസ്ട്രക്ട് ചെയ്യും, റോഡ്സിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും എന്ന് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി പറയുന്നു. അപ്പോൾ ഒരു പ്രദേശത്ത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല, അപ്പോൾ അതാണ് മറ്റൊരു പാർട്ടി അതാണ് എടുത്ത് കാണിക്കുക. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും പബ്ലിക് ഇഷ്യൂസ് ആണ് ഹൈലൈറ്റ് ചെയ്യുക. ആ ടൈമിലുള്ള പൊതു പ്രശ്നങ്ങളാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും കൊണ്ടുവരാം. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഫർ ചെയ്യുന്ന പ്രശ്നം ഏതാണോ അതിന് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? ഈ പ്രശ്നം ഈ പൊളിറ്റിക്കൽ പാർട്ടിയാണ് തീർക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ആണ് തീർക്കുന്നത് എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് ആ ഗവൺമെന്റിനെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. In our country, such campaigns take place for a 2-week period between the announcement of the final list of candidates and the date of polling. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും കാണുന്നത് ഈ ഒരു 2-week പീരീഡ് ആണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? അനൗൺസ്മെന്റ് മുതൽ പോളിംഗ് ഡേറ്റ് വരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ ഡേറ്റ് വരെയാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത്, ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുന്നത്. ബട്ട് അത് നമ്മൾ കാണുന്നതാണ്, വിസിബിലിറ്റി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, ഡയറക്റ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ അത് മാത്രമല്ല നമ്മളിവിടെ കാണുന്നുണ്ട്, ഡ്യൂറിംഗ് ദിസ് പീരിയഡ് the candidates contact with their voters, political leaders address election meetings and political parties mobilize their supporters. This is also the period when newspapers and television news are full of election related stories and debates. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ, ഈ 2 week എന്ന് പറയുന്ന ടൈമിൽ മോസ്റ്റ്ലി അവർ ആരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കും? അവരുടെ വോട്ടേഴ്സ്, ദാറ്റ് മീൻസ് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരുമായിട്ടും അവരെന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇന്ററാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹി ഹൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കാൻ ശ്രമിക്കും. മാക്സിമം അവരുമായിട്ട് കുറച്ചും കൂടി ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവരുടെ സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഈ ഓരോ കാൻഡിഡേറ്റിനും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജയിച്ചു വരാന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ സ്കൂൾ ഇലക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ ഒരിക്കലും മിണ്ടാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായിരിക്കും. പക്ഷെ ഇലക്ഷൻ അയാളുടെ വോട്ട് കൂടി കിട്ടിയാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങണം, ചാക്കിലിടണം, എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ചിരിച്ചുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് വേറെ പ്രകോപനമോ അല്ലെങ്കിൽ കോപമോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ കലിപ്പ് കൊട്ടക്കൊലിപ്പ് എന്നൊന്നും പറഞ്ഞ കാര്യമില്ല, ചിരിയാണ് ഫുൾ ടൈം വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ലീഡേഴ്സ് മാക്സിമം വോട്ടേഴ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ത് ചെയ്യും? ഇലക്ഷൻ മീറ്റിംഗ്സും പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും? സപ്പോർട്ടൊക്കെ കൂടുതൽ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും ടെലിവിഷനും ആണെങ്കിൽ അടുത്തതായി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധി എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കൗണ്ടർ പോയിന്റ് പോലെയുള്ള പല ന്യൂസ് ചാനലുകളിലും കൃത്യമായിട്ട് എന്ത് കാണാൻ പറ്റും? പല ഡിബേറ്റ്സ് കാണാൻ പറ്റും അല്ലെ? യെസ്, ഈ പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? യെസ്, അബു പറയൂ, അല്ലെങ്കിൽ സിയാദ് പറയൂ, അല്ലെങ്കിൽ ഇയാൾ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരമായിട്ടുള്ള സ്പീച്ചസ് ഒക്കെ എവിടെ നമുക്ക് കാണാൻ പറ്റും? നമ്മുടെ TV ചാനലുകളിൽ, ന്യൂസ് ചാനലുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഡേയ്സിൽ കൂടുതലും എന്ത് തന്നെയായിരിക്കും? യെസ്, ലൈക്ക് ദിസ്, ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആയിരിക്കും ഈ ഒരു ടൈമിൽ മോസ്റ്റ്ലി നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ മക്കളൊരു ഫയർ കിട്ടോളൂ കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു ഫയറൊക്കെ ഇടാം. തൽക്കാലം സാർ ചിരിച്ചുകൊണ്ടിരിക്കുക. യെസ്, ഫയർ കിട്ടാൻ വേണ്ടി സാർ ചിരിച്ചുകൊണ്ടിരിക്കുക. മക്കളെ ഒരു ഫയർ കിട്ട്. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും മൂവ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ബട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദീസ് 2 weeks. ഇലക്ഷൻ ക്യാമ്പയിൻ സാർ നേരത്തെ പറഞ്ഞു ഈ 2 weeksലാണ് നമുക്ക് കൂടുതലും ഡയറക്ട്ലി കാണുന്നെങ്കിലും ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ 2 weekലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് കാണാൻ പറ്റും പൊളിറ്റിക്കൽ പാർട്ടീസ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ഇലക്ഷൻ മന്ത്സ് ബിഫോർ ദേ ആക്ച്വലി ടേക്ക് പ്ലേസ്. ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയിട്ടുണ്ടാവും? യെസ്, അവർ കാൻഡിഡേറ്റ്സിനൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും പ്രൊപ്പഗേഷനും ഒക്കെ ആര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 week എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആണ്, നമുക്ക് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ പൊളിറ്റിക്കൽ പാർട്ടീസ് മേ ബി അത് കുറേ മന്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പൊളിറ്റിക്കൽ പാർട്ടീസ് കുറേ ടൈമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
In election campaigns, political parties try to focus public attention on some big issues. They want to attract the public to that issue and get them to vote for their party on that basis. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും ശ്രമിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പബ്ലിക് അറ്റൻഷൻസ് എന്ത് ചെയ്യണം ഗെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം ബിഗ് ഇഷ്യൂസ് എന്ത് ചെയ്യണം അവിടെ മാക്സിമം ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം. മാക്സിമം വലിയ പ്രശ്നങ്ങൾ, ആളുകൾ കൂടുതൽ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പ്രോബ്ലംസ്, വലിയ വലിയ ഇഷ്യൂസ് ആയിരിക്കണം പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് ചെയ്യേണ്ടത് ആളുകളുടെ മുമ്പിലേക്ക് വെക്കേണ്ടത്. ആ ഇഷ്യൂസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകൾ പറയണം യെസ് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത് ആ ഒരു മാറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു, ആ മാറ്റം ഈ പൊളിറ്റിക്കൽ പാർട്ടി വന്നാൽ മാറും എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യും എന്ന് ആരെ കൊണ്ട് പറയിപ്പിക്കണം? പബ്ലിക്കിനെ കൊണ്ട് പറയിപ്പിക്കണം. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് മാക്സിമം എന്തിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക? ബിഗ് ഇഷ്യൂസിലായിരിക്കും. കൂടുതലും പബ്ലിക് അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ പബ്ലിക് സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ അട്രാക്ഷന് വേണ്ടി കൂടുതൽ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ഇഷ്യൂസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാവും, വലിയ വലിയ വാർത്തകൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് മക്കളെ? എന്തിനു വേണ്ടിയാണ്? അവരുടെ എയിം എന്ന് പറയുന്നത് അത് മേ ബി നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി പറയാണ് ഞാൻ വന്നാൽ ഇതിൽ മാറ്റം വരും എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി പറയുമ്പോൾ അത് പോസിറ്റീവുമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനെ സർവൈവ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി പറയുകയാണെങ്കിൽ അത് പോസിറ്റീവുമാണ്. അറ്റ് ദ സെയിം ടൈം അത് പ്രോമിസ് മാത്രമായിട്ട് മാറാതിരിക്കുന്നത് ഏറ്റവും എന്താ പറയുക ജനാധിപത്യത്തിൽ ഏറ്റവും അനിവാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയിൽ ഏറ്റവും നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ. എന്നോട് പറഞ്ഞു let us look at some of the successful slogans given by different political parties in various elections. വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത ഇലക്ഷൻസിൽ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് മുമ്പോട്ടുള്ള സ്ലോഗൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ടുള്ള ഒരു സ്ലോഗനാണ് ഗരീബി ഹട്ടാവോ, ഗരീബി ഹട്ടാവോ, ഗരീബി ഹട്ടാവോ, റിമൂവ് പോവർട്ടി, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും, പോവർട്ടി റിമൂവ് ചെയ്യും എന്നുള്ളതാണ് ആര് മുമ്പോട്ട് വെച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1971 ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ഒരു എന്താ പറയുക പ്രോമിസ് ആയിരുന്നു ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും, ദാരിദ്ര്യം ഇല്ലാതാക്കും, റിമൂവ് പോവർട്ടി എന്നുള്ളതായിരുന്നു ആരുടെ സ്ലോഗൻ എന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. ഇനി നമുക്ക് കാണാൻ പറ്റും ജനതാ പാർട്ടിയുടെ സ്ലോഗൻ എന്താണ്? സേവ് ഡെമോക്രസി. ഡെമോക്രസിയെ സേവ് ചെയ്യുക, ഡെമോക്രസിയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ ആരാണ് ജയപ്രകാശ് നാരായണന്റെ ലീഡർഷിപ്പിൽ 1977 നടന്നില്ല ലോക്സഭാ ഇലക്ഷന് മുമ്പോട്ട് വെച്ച പ്രോമിസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഡെമോക്രസിയെ സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജനാധിപത്യത്തെ സേവ് ചെയ്യേണ്ടത്? അപ്പൊ ഇന്ത്യയിൽ ആ സമയത്ത് എമർജൻസി ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വാട്ട് സ്ലോഗൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. അവർ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യം, അതായത് ഞാൻ പറയാണ് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറയുന്നു. സ്ലോഗൻ ഇസ് ദാറ്റ്, അത്രേ ഉള്ളൂ. സ്ലോഗൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇത് ചെയ്യും. ഇപ്പോൾ എല്ലാം ശരിയാവും എന്നായിരുന്നു നമ്മുടെ LDF സർക്കാരിൻ്റെ മുദ്രാവാക്യം എന്നാണ് തോന്നുന്നത്. എല്ലാം ശരിയാവും, അത് തന്നെയാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? അപ്പോൾ എല്ലാം ശരിയാവും എന്നുള്ളതിൽ എല്ലാം ഉണ്ട്, എല്ലാ പ്രോബ്ലംസിനെയും അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്, ആ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മേ ബി അത് നടന്നിട്ടുണ്ടാവില്ല. ആ പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, പൊളിറ്റിക്കൽ ഡിബേറ്റ്സും അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കമൻസ് വേണ്ട. എനിവേ അവിടെ സ്ലോഗൻ എന്തായിരുന്നു? എല്ലാം ശരിയാവും, ലൈക്ക് ദാറ്റ്, അതുപോലെ തന്നെ. ഓക്കെ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന അവരുടെ നയം, അവരുടെ പോളിസി, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജയപ്രകാശ് നാരായണന്റെ ലീഡർഷിപ്പിൽ ലോക്സഭാ ഇലക്ഷനിലെ 1970 ജനതാ പാർട്ടി മുമ്പോട്ട് വെച്ച സ്ലോഗൻ എന്തായിരുന്നു? സേവ് ഡെമോക്രസി, ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇനി ദ ലെഫ്റ്റ് ഫ്രണ്ട് എന്താ യൂസ് ചെയ്തത്? നമുക്ക് കാണാൻ പറ്റും ലാൻഡ് ടു ദ ടില്ലർ, ലാൻഡ് ആർക്കാണ്? കർഷകർക്കാണ് എന്നുള്ള സ്ലോഗനാണ് മുമ്പോട്ട് വെച്ചത്. വെസ്റ്റ് ബംഗാളിൽ 1977 അസംബ്ലി ഇലക്ഷനിൽ വെസ്റ്റ് ബംഗാളിൽ ലെഫ്റ്റ് ഫ്രണ്ട് മുമ്പോട്ട് വെച്ച സ്ലോഗനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റും NT രാമറാവു മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രൊട്ടക്ട് ദ സെൽഫ് റെസ്പെക്ട് ഓഫ് ദ തെലുങ്കുസിൻ്റെ എന്ത് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്ലോഗൻ. തെലുങ്ക് ദേശം പാർട്ടിയാണ് ഈ സ്ലോഗൻ മുമ്പോട്ട് വെച്ചത്. 1983 ആന്ധ്രാപ്രദേശിലെ അസംബ്ലി ഇലക്ഷനാണ് മുമ്പോട്ട് വെച്ചത്. അതിൻ്റെ ലീഡർ ആരായിരുന്നു? നമുക്ക് കാണാൻ പറ്റും ആരായിരുന്നു? NT രാമറാവു ആയിരുന്നു അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലോഗൻസിലൂടെ ആളുകൾ എന്ത് വിചാരിക്കുകയാണ്? ഓക്കെ, ഈ സ്ലോഗൻ നടപ്പിലാക്കിയാൽ സാർ ഒരു എക്സാമ്പിൾ പറയാം, ഗരീബി ഹട്ടാവോ
എന്ന് പറയുമ്പോൾ, ദാരിദ്ര്യം റിമൂവ് ചെയ്യും, പോവർട്ടി റിമൂവ് ചെയ്യും എന്ന് പറയുമ്പോൾ, പോവർട്ടി ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം അല്ലെ. പോവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യും എന്ന് ഒരു പാർട്ടി പറയുമ്പോൾ നമ്മൾ ആ പാർട്ടി എന്ത് ചെയ്യും മക്കളെ? ഒരു പാർട്ടി പറയാണ് യെസ് ഞങ്ങൾ ഗവൺ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ അവിടെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരും, അല്ലെങ്കിൽ പോവർട്ടി റിമൂവ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആസ് എ വോട്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വോട്ടേഴ്സ് ആവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യും എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി പ്രോമിസ് ചെയ്യാണ്, എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി സ്ലോഗൻ മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വോട്ടർ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പറഞ്ഞ മക്കളെ. ഒന്നും ചെയ്യില്ലേ? ഞങ്ങളൊന്നും ചെയ്യില്ല സാറേ, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ സാറേ എന്നൊന്നും ചോദിക്കരുത്. നിങ്ങളും എന്താ പറയുക, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശപ്പെട്ടവർ നിങ്ങളെ ഭരിക്കും എന്നാണ് ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, വോട്ട് ചെയ്യും ഒബ്വിയസ്ലി അല്ലേ. നമ്മുടെ ഒരു സോഷ്യൽ ഇഷ്യൂ അഡ്രസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. വോട്ട് ഫോർ ദം. യെസ്, വി ട്രസ്റ്റ് ഓർ വോട്ട് ഫോർ ദം. യെസ്, കറക്റ്റ്. അതന്നെയാണ് സാർ എക്സ്പെക്ട് ചെയ്ത ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ വോട്ട് ചെയ്യും ബിക്കോസ് അവർ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും എന്ന് അവർ പ്രോമിസ് ചെയ്യുന്നു. മേ ബി അവർ ചെയ്യാതിരിക്കാം, അത് ഡിപ്പെൻസ് ആണ്, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും? നെക്സ്റ്റ് അവർ വേണ്ട എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വോട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടി ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് മുമ്പോട്ട് വെച്ചിട്ടുള്ള സ്ലോഗൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഇൻ എ ഡെമോക്രസി ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ലീവ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഫ്രീ ടു കണ്ടക്ട് ദെയർ ഇലക്ഷൻ ക്യാമ്പയിൻസ് ദ വേ ദേ വാണ്ട് ടു, ബട്ട് ഇറ്റ് ഈസ് സംടൈംസ് നെസസറി ടു റെഗുലേറ്റ് ക്യാമ്പയിൻസ് ടു എൻഷുർ ദാറ്റ് എവറി പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് കാൻഡിഡേറ്റ് ഗെറ്റ്സ് ഫെയർ ആൻഡ് ഈക്വൽ ചാൻസ് ടു കോമ്പീറ്റ്. നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഇലക്ഷനിൽ അല്ലെങ്കിൽ ഡെമോക്രസിയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും എല്ലാ കാൻഡിഡേറ്റിനും അവരുടേതായിട്ടുള്ള സ്ലോഗനും അവരുടേതായിട്ടുള്ള എന്താ പറയുക ക്യാമ്പയിൻ മെത്തഡൊക്കെ നടത്തേണ്ടത് ഫ്രീഡം കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടും ഫെയർ ആയിട്ടും കിട്ടിയെന്ന് എൻഷുർ ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ സാർ പറയാം, ഇത് മക്കൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ സാർ പറയാം. അതായത് ഇപ്പോൾ ഇലക്ഷന് ഒരു 5-6 ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. അതിൽ ചിലത് ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ചിലത് നമുക്ക് കാണാൻ പറ്റും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് വിചാരിച്ചോ. അപ്പോൾ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോൾ അവർ മോർ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. മേ ബി ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ എന്ത് വരും? ഫെയർ അല്ലാത്ത അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കും മക്കളെ, എല്ലാ ചാപ്റ്റേഴ്സും എടുക്കും. ഇനി വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും സാർ എടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരാം. അപ്പോൾ ഫെയർ ആക്കി മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അക്കോർഡിംഗ് ടു അവർ ഇലക്ഷൻ ലോ നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ക്യാൻ, പാർട്ടിക്കോ കാൻഡിഡേറ്റിനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ഇലക്ഷൻ ലോ പ്രകാരം, നമ്മുടെ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം പാർട്ടിക്കോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം കേട്ടോ. നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ക്യാൻ. ഓക്കെ, ബ്രൈബ് ഓർ ത്രെട്ടൻ വോട്ടേഴ്സ്. വോട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പണം കൊടുത്തിട്ടോ വോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും എന്ത് വാങ്ങാൻ പാടില്ല? വോട്ട് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പീൽ ടു ദം ഇൻ ദ നെയിം ഓഫ് കാസ്റ്റ് ഓർ റിലീജിയൻ. ഞാൻ ഇന്ന മതക്കാരനാണ്, ഞാൻ ഇന്ന ജാതിക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ പാടില്ല. ജാതിയോ മതമോ വെച്ചുകൊണ്ട്, റിലീജിയനോ കാസ്റ്റോ ബേസ് ചെയ്തിട്ട് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? വോട്ട് നേടാൻ പാടില്ല. യൂസ് ഗവൺമെന്റ് റിസോഴ്സസ് ഫോർ ഇലക്ഷൻ ക്യാമ്പയിൻ ആൻഡ് എന്താ പറയുക, ഇലക്ഷനിൽ ഗവൺമെന്റ് റിസോഴ്സസ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെയോ സ്പെൻഡ് മോർ ദാൻ 25 lakhs in a constituency for ലോക്സഭ ഇലക്ഷൻ or 10 lakhs in a constituency അസംബ്ലി ഇലക്ഷൻ. എന്താ പറയുക, 25 ലക്ഷത്തിൽ കൂടുതൽ എവിടെ ഉപയോഗിക്കാൻ പാടില്ല? ലോക്സഭ ഇലക്ഷനിലും 10 ലക്ഷത്തിൽ കൂടുതൽ അസംബ്ലി ഇലക്ഷനിലും എന്ത് ചെയ്യാൻ പാടില്ല? പൈസ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ ഇലക്ഷൻ ലോ പ്രകാരം വരുന്നുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റിന് പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് വാങ്ങാൻ പാടില്ല? വോട്ട് വാങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ എന്തോ പറഞ്ഞു സാർ കണ്ടില്ല. അപ്പോൾ കമൻറ്റിന് പോലത്തെ ഒരു ഒറ്റ എന്തോ ബോറടിക്കുന്നുണ്ടോ? എന്താ പറ്റി? ബോറടിക്കുന്നുണ്ടോ മക്കളെ? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബോറടിക്കാതെ പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മക്കളെ? യെസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആര് ചെയ്യാൻ പാടില്ല? കാൻഡിഡേറ്റോ പൊളിറ്റിക്കൽ പാർട്ടീസോ ചെയ്യാൻ പാടില്ല. ഇഫ് ദേ ഡു സോ ദെയർ ഇലക്ഷൻ ക്യാൻ ബി റിജക്റ്റഡ് ബൈ ദ കോർട്ട് ഈവൻ ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഡിക്ലെയർഡ് ഇലക്റ്റഡ്. ഇത് പ്രകാരം അവർ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അവരുടെ ആ ഒരു കാൻഡിഡേറ്റ് നോമിനേഷൻ തന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഇഫ് അവർ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യാനും അവരുടെ പൊസിഷൻ തന്നെ റിമൂവ് ചെയ്യാനും ഇതിലൂടെ പറ്റും. ഇൻ അഡീഷൻ ടു ദ ലോ, ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ അവർ കൺട്രി ഹാവ്
agreed to model code of conduct for the election campaign. ഇത് കൂടാതെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആര് തയ്യാറാക്കിയിട്ടുണ്ടാവും? ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. അതും ആര് ഫോളോ ചെയ്യേണ്ടതുണ്ട്? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെ, എന്തൊക്കെയാണ് ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ചട്ടങ്ങളിലൂടെ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് ചട്ടം എന്നാണ് നമ്മൾ പറയാം. ഇലക്ഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കോഡ് ഓഫ് ലോ ആയിട്ട് പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്ട് ആയിട്ട് പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്ട് നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ക്യാൻ, ഈ ഒരു എന്താ പറയാ, അയ്യോ എത്ര സിസ്റ്റേഴ്സ് ബോറടിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞിട്ട് നോക്കാം മക്കളെ, നമുക്ക് ബോറടിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നു നോക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് യെസ് കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല? യൂസ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ഫോർ ഇലക്ഷൻ പ്രോപ്പഗണ്ട. ഇലക്ഷൻ പ്രോപ്പഗണ്ടയ്ക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ വർഷിപ്പ് പ്ലേസസ്, ഏതെങ്കിലുമൊക്കെ ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. യൂസ് ഗവൺമെന്റ് വെഹിക്കിൾസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് ഒഫീഷ്യൽ ഫോർ ഇലക്ഷൻസ്. ഇലക്ഷന് വേണ്ടി ഗവൺമെന്റ് വെഹിക്കിൾസോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഓഫീഷ്യൽസിനോ ഗവൺമെന്റ് ഓഫീഷ്യൽസിനോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, ഉപയോഗപ്പെടുത്താൻ പാടില്ല. പിന്നെയോ once elections are announced, ministers shall not lay foundation stones of any projects, take any big policy decision or make any promises for providing public facilities. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മക്കൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഒരു ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് ബിഗ് പ്രോമിസസ് ആളുകളിൽ കൊടുത്തുവിട്ട് അവർക്ക് അവരുടെ ആ ഒരു പവർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഈ ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല? റൂളിംഗ് പാർട്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ബിഗ്ഗസ്റ്റ് അനൗൺസ്മെന്റ് ഒന്നും, ഇലക്ഷന് സമയമായപ്പോൾ റൂളിംഗ് പാർട്ടി പറയാണ്, അതായത് അവരുടെ കാലം കഴിഞ്ഞു, പുതിയ ഇലക്ഷൻ സമയമായപ്പോൾ റൂളിംഗ് പാർട്ടി പറയാണ്, ഞങ്ങൾ അടുത്ത പ്രാവശ്യം കൂടി ജയിപ്പിക്കുകയാണെങ്കിൽ അവിടെ കിടിലോസ്കി റോഡ് വരും, ഇവിടെ അത് വരും, അവിടെ ചേന വരും, ഇവിടെ ആന വരും, തേങ്ങ വരും, തങ്ങ വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അത് പറയാൻ ആർക്ക് പാടില്ല? റൂളിംഗ് പാർട്ടിക്ക് പാടില്ല. റൂളിംഗ് പാർട്ടി ബിഗ്ഗസ്റ്റ് പ്രോമിസസോ ബിഗ്ഗസ്റ്റ് പ്രോജക്ട്സോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യരുത്? പുതിയ പ്രോമിസസോ പുതിയ പ്രോജക്ട്സോ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് എന്ത് ചെയ്യും? ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ? ഈ പാർട്ടി തന്നെ മതി എന്നൊരു തോട്ട് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രോമിസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മുമ്പേ ചെയ്യാം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി പോളിംഗ് ആൻഡ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് നമുക്ക് നോക്കാം. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ആൻ ഇലക്ഷൻ ഈസ് ദ ഡേ വെൻ ദ വോട്ടേഴ്സ് കാസ്റ്റ് ഓർ പോൾ ദെയർ വോട്ട്. ദാറ്റ് ഡേ ഈസ് യൂഷ്വലി കോൾഡ് ഇലക്ഷൻ ഡേ. നമ്മൾ ഇലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പോൾ ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്യുക. വോട്ടേഴ്സ് എന്ത് ചെയ്യുക? വോട്ടേഴ്സ് കാസ്റ്റ് ചെയ്യുക, അവരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുക? വോട്ട് രേഖപ്പെടുത്തുക എന്നതാണ്. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഇലക്ഷൻ ഡേ എന്നാണ് നമ്മൾ വിളിക്കുക. ഇലക്ഷൻ ഡേ എന്നാണ് വിളിക്കുക. ചിലപ്പോൾ സ്കൂളിലൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ടാവും? നാരായണൻ നായർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. പക്ഷെ നാരായണ 7:37 എണീച്ച് ബ്രഷ് ചെയ്യുമ്പോഴാണ് സാറിനോട് നാരായണൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. നാരായണൻ കേരളത്തിലാണെങ്കിൽ, ഇനി മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ സാർ ക്ഷമ ചോദിക്കുന്നു. കേരളത്തിലാണെങ്കിൽ മകനെ എണീറ്റ സമയം ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇനി പുറത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ കേരളത്തിലായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, സോറി അബ്രോഡിലായിരിക്കും എന്നാണ് തോന്നുന്നത്. എനിവേ ഓക്കെ ഇവിടെ നമ്മൾ പറയുന്നത് ഇലക്ഷൻ ഡേ എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുന്നത് വോട്ടേഴ്സ് വോട്ട് കാസ്റ്റ് ചെയ്യുന്ന ഡേ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ഷൻ ഡേ എന്ന് പറയുന്നത്. Every person whose name is on the voters list can go to nearby polling booths situated usually in local schools or government offices. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാർക്കൊക്കെ എവിടെ പോകാം? പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് രേഖപ്പെടുത്താം. പോളിംഗ് ബൂത്ത് കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് എവിടെയൊക്കെയാണ്? നമുക്ക് കാണാൻ പറ്റും. എവിടെയൊക്കെയാണ് മക്കളെ? ലോക്കൽ സ്കൂൾസിലോ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ആയിരിക്കും പോളിംഗ് ബൂത്ത് ഡേ നോർമലി ഉണ്ടാവുന്നത്. Once the voter goes to inside the booth, the election officials identify her, put a mark on her fingers and allow her to cast her vote. അപ്പോൾ എന്ത് ചെയ്യുന്നു? പോളിംഗ് ബൂത്തിലേക്ക് കടന്നാൽ ഇത് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. ഇലക്ഷൻ ഓഫീസർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ അലോ ചെയ്യും. എന്ത് ചെയ്യും? ഫിംഗറിൽ എന്ത് ചെയ്യും? ഒരു മാർക്കൊക്കെ പുട്ട് ചെയ്തതിനു ശേഷം വോട്ട് ചെയ്തു എന്ന് അവർക്ക് അലോ ചെയ്യും. An agent of each candidate is allowed to sit inside the polling booth and ensure that the voting takes place in a fair way. എല്ലാ ബൂത്തിലും എന്തുണ്ടാവും? എല്ലാ ബൂത്തിലും ഏജന്റുകൾ ഉണ്ടാവും. കാൻഡിഡേറ്റിന് ഏജന്റ് ഉണ്ടാവും. എല്ലാ ബൂത്തിലും എല്ലാ കാൻഡിഡേറ്റിനും ഏജന്റുകൾ ഉണ്ടാവും. അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. ആരെങ്കിലൊക്കെ കുറേ പ്രാവശ്യം വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ? ആരെങ്കിലൊക്കെ ഔട്ട്സൈഡേഴ്സ് വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ? ഇതൊക്കെ ആര് നോട്ട് ചെയ്യും? ആ ഏജന്റ്സ് നോട്ട് ചെയ്യും. ഫെയർ ആയിട്ട് തന്നെയാണോ ഇലക്ഷൻ നടക്കുന്നത് എന്ന് അവരെന്ത് ചെയ്യും? നോട്ട് ചെയ്യും.
Okay, earlier the voters used to indicate who they wanted to vote for putting a stamp on ballot paper. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബാലറ്റ് പേപ്പർ ആയിരുന്നു, അതിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവർക്ക് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് അവരുടെ നെയിമിന് നേരെ എന്ത് ചെയ്യാണ് ടിക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത് അവിടെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ. ഇപ്പം മാറി, ഇപ്പം എന്ത് വന്നു, EVM വന്നു അല്ലേ. നൗഡേസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് വന്നു. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവിടെ എന്ത് ചെയ്യാം. Sir, can they give promise before to gain vote? Sir, can they give promise before to gain vote? Yes, വോട്ട് നേടുന്നതിന് അവർക്ക് എന്ത് ചെയ്യാം, പ്രോമിസസ് ഒക്കെ കൊടുക്കുക. ബട്ട് നമ്മൾ ഈ പറയുന്ന പ്രോമിസസ് ഒക്കെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. ബട്ട് നടപ്പിലാക്കാറില്ല. പ്രോമിസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ നമ്മൾ ഈ പറഞ്ഞ ക്യാമ്പയിൻ ടൈമിൽ അവർ മാക്സിമം പ്രോമിസസ് ആണ് കൊടുക്കുക. ക്യാമ്പയിൻ ടൈമിൽ എന്താ കൊടുക്കുക, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്നാണ്. സാർ ഇലക്ഷൻ മത്സരിച്ച ഒരു കഥയൊക്കെ പറഞ്ഞിരുന്നില്ലേ. സാർ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ സാർ ഒരു പ്രോമിസ് കൊടുത്തിരുന്നത് ഒരു കാരണവശാലും സാറിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു സാർ പ്രോമിസ് കൊടുത്തിരുന്നത്. സാർ കൊടുത്തിരുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത് സാറിന്റെ കോളേജിലേക്ക് പോകുന്ന വഴി എന്ത് ചെയ്തിരുന്നു, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കായിരുന്നു. ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്ത് ചെയ്യും, ശരിയാക്കി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സാറിനെ കൊണ്ട് ശരിയാക്കാൻ കൊടുക്കാൻ പറ്റില്ല എന്നറിയാം. ബട്ട് സാർ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, ആ ഇലക്ഷനിൽ മത്സരിച്ച എല്ലാ കാൻഡിഡേറ്റും, സാർ മാത്രമല്ല എല്ലാ കാൻഡിഡേറ്റ്സും കൂടി മുനിസിപ്പാലിറ്റി പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഞങ്ങളെല്ലാവരും സൈൻ ചെയ്തു, ഞങ്ങൾ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് അത് സാർ മാത്രം ചെയ്തൊരു കാര്യമായിരുന്നില്ല, ഞങ്ങൾ എല്ലാ കാൻഡിഡേറ്റും ചെയ്ത കാര്യമായിരുന്നു. പക്ഷെ സാർ കൊടുത്ത പ്രോമിസ് എന്തായിരുന്നു, ആ റോഡ് ഞാൻ ചെത്താക്കി തരും, ആ റോഡ് ഞാൻ നല്ല സൂപ്പർ ആക്കി തരുന്നതായിരുന്നു. ഇങ്ങനെ പ്രോമിസ് കൊടുക്കാം. ഇലക്ഷൻ സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാം, പ്രോമിസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ EVM വന്നതോടുകൂടി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടുകൂടി, EVM വന്നതോടുകൂടി ഈ ഒരു സിസ്റ്റം മാറി. EVM ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, മെഷീൻ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിന്റെ സിമ്പിൾസ് ഉണ്ടാവും, ആ പാർട്ടി സിമ്പിൾസ് ഉണ്ടാവും. അത് യൂസ് ചെയ്തുകൊണ്ടാണ് കാൻഡിഡേറ്റിന്റെ നെയിമും പാർട്ടി സിമ്പിൾസ് ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വോട്ട് ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും വോട്ട് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ഒരു EVM എന്ത് ചെയ്യും, സീൽ ചെയ്തുകൊണ്ട് പോളിംഗ് ഡേ എന്ത് ചെയ്യും, എല്ലാവരും വോട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, കവർ ചെയ്ത് കൊണ്ടുപോകും. A few days later, a fixed date, all the EVMs from a constituency are opened. The votes secured by each candidates are counted. അപ്പോൾ നമ്മൾ പറയും അവസാനം എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഓപ്പൺ ചെയ്യുന്നത്. അതുവരെ അത് സീൽ ചെയ്ത് വെക്കും. ആ ഓപ്പൺ ചെയ്യുന്ന ഡേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരുണ്ടാവും, ഏജൻസ് ഉണ്ടാവും. കാൻഡിഡേറ്റ്സിൻ്റെ ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് ഓപ്പൺ ചെയ്യുക. പ്രോപ്പർലി ആയിട്ടാണോ, ഫെയർ ആയിട്ട് തന്നെയാണോ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തതെന്ന് അവിടെ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആർക്കാണോ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടിയിട്ടുള്ളത് അവരെന്തായിട്ട് ഇലക്റ്റഡ് ആയിട്ട് അവർ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്റ്റഡ് ആണ്, അവർ ജയിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യും. ഇതാണ് ഒരു ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. In a general election, usually the counting of vote all the constituencies take place the same time on the same day. General election ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിലും ഒരേ ദിവസം തന്നെയായിരിക്കും, ഒരേ ടൈമിൽ തന്നെയായിരിക്കും എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഒരു പോളിംഗും കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഈ ഒരു കൗണ്ടിങ്ങും കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ടെലിവിഷൻ ചാനൽസും റേഡിയോസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഇവന്റ് റിപ്പോർട്ട് ചെയ്യും. യെസ്, ഇന്ന കാലത്ത് ഇന്ന നിയോജക മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥി ഇത്ര വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു, 3 ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു, ഇത്ര ബൂത്തിലെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ, യെസ് മൂന്നാമത്തെ ബൂത്തിലെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ A പാർട്ടിയും B പാർട്ടിയും തമ്മിലുള്ള മത്സരത്തിൽ C പാർട്ടിക്ക് എല്ലാത്തിനേക്കാളും ഒരു പടിക്ക് ലീഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മീഡിയാസ് എന്ത് ചെയ്യും, ടെലിവിഷൻ ചാനൽസ് എന്ത് ചെയ്യും, അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഡേ വിത്തിൻ എ few hours of counting, all the results are declared and it becomes clear as to who will form the next government. എല്ലാം വന്നതിന് ശേഷം കൃത്യമായിട്ട് പറയും ആരാണ് നെക്സ്റ്റ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്, അത് ഡിക്ലെയർ ചെയ്യും. എല്ലാം എണ്ണിയതിന് ശേഷം എല്ലാ വോട്ടേഴ്സും കൗണ്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്, വാട്ട് മേക്സ് ഇലക്ഷൻ ഇൻ ഇന്ത്യ ഡെമോക്രാറ്റിക്. We get here to read a lot about unfair practice in elections. Newspapers and television reports often refer to such allegations. നമ്മളോട് പറയും നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്, യെസ് പല 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 So the people who work in booth, how will they vote? ഓക്കെ, ആരൊക്കെയാണ് വർക്ക്, അത് നമ്മളിവിടെ പറയുന്നുണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാനുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ നമുക്കൊരു സെപ്പറേറ്റ് നമ്പർ ഓഫ് ഒഫീഷ്യൽസ് ഇല്ല, ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയാണ് ഇലക്ഷൻ പർപ്പസിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവരെന്ത് ചെയ്യും, ഇലക്ഷൻ ഓഫീസേഴ്സായിട്ട് എന്ത് ചെയ്യും, അവരെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അവരങ്ങോട്ടേക്ക് അവരുടെ ജോലി എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ആ ഭാഗം നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ മക്കളെ. യെസ്, ആ ഭാഗം നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇലക്ഷനെ കുറിച്ചും അൺഫെയർ ആയിട്ടുള്ള പല ന്യൂസും നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ. ചിലതൊക്കെ എന്താണ്, ചില ലിസ്റ്റിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തില്ല, ജെന്യൂൻ നെയിം ഇല്ല, അല്ലെങ്കിൽ ഇല്ലാത്ത പേരുകൾ ഉണ്ട് അല്ലെ, ഫാൾസ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്, അല്ലെങ്കിൽ ജെന്യൂൻ നെയിം ഇല്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ് കണ്ടിട്ടുണ്ടാവും.
മിസ്യൂസ് ഓഫ് ഗവൺമെൻറ് ഫെസിലിറ്റീസ് ആൻഡ് ഒഫീഷ്യൽ ബൈ ദ റൂളിംഗ് പാർട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും അവരുടെ ഗവൺമെൻറ് ഫെസിലിറ്റീസും വെഹിക്കിൾസും ഒക്കെ എന്തിനു ഉപയോഗിക്കും ഇലക്ഷൻ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ന്യൂസസ് നമുക്ക് കണ്ടിട്ടുണ്ടാവും എക്സസീവ് യൂസ് ഓഫ് മണി ബൈ റിച്ച് കാൻഡിഡേറ്റ്സ് ആൻഡ് ബിഗ് പാർട്ടീസ് ചില ബിഗ് പാർട്ടീസും റിച്ച് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും കുറേ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യും ഈ കുറേ പൈസയൊക്കെ അവർ സ്പെൻഡ് ചെയ്താൽ എന്താ സാറേ പ്രശ്നം എന്ന് മക്കൾ ചോദിക്കുന്നുണ്ടാവും അതിന് സാർ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയണോ അതിന് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം കുറേ പൈസ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആരെങ്കിലൊക്കെ ബിഗ് എമൗണ്ട് എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അല്ലേ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം വലിയ എമൗണ്ട് ആരെങ്കിലൊക്കെ കൊടുക്കണം അപ്പോൾ ആ കൊടുക്കുന്നുണ്ടെങ്കിൽ സാർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് സാർ ഇപ്പോൾ ഒരു വലിയ മുതലാളിയാണോ വിചാരിച്ചോ കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ സാർ ഇപ്പോൾ ഒരു വലിയ മുതലാളിയാണോ വിചാരിച്ചോ അപ്പോൾ സാർ എന്ത് ചെയ്യാണ് എ പാർട്ടി ബി പാർട്ടി സി പാർട്ടി മത്സരിക്കുന്നുണ്ട് അപ്പോൾ സാർ തീരുമാനിക്കുകയാണ് എ പാർട്ടിക്ക് എന്ത് കൊടുക്കാം എ പാർട്ടിക്ക് ഞാൻ ഫണ്ട് കൊടുക്കാം ലൂസിഫർ പടം കണ്ടില്ലേ മക്കളെ വേറെ എന്ത് പറയേണ്ടത് ലൂസിഫർ പടം കണ്ടില്ലേ അല്ലേ ലൂസിഫർ പടം ഇല്ലേ ലൂസിഫർ പടം മോഹൻലാലിന്റെ നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫർ പടം കണ്ടിട്ടില്ലേ മക്കളെ അല്ലേ ലൂസിഫർ പടം കണ്ടിട്ടുണ്ട് അല്ലേ ആ ലൂസിഫർ പടത്തിലില്ലേ വലിയ എമൗണ്ട് എന്ത് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും വലിയ എമൗണ്ട് എന്ത് ചെയ്യും പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗവൺമെൻറ് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എന്ത് വലിയ എക്സസീവായിട്ട് മണി യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ് എക്സസീവായിട്ട് പൈസ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോബ്ലം അതാണ് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഫെയർ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നില്ല എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ അവസരങ്ങൾ കിട്ടണമെന്നില്ല ലൂസിഫർ പടത്തിൽ വിവേക് ഒബ്രോയ് എന്ത് ചെയ്യുന്നുണ്ട് എവിടുന്നോ പൈസ ഒക്കെ ഇറക്കുന്നുണ്ട് അല്ലേ അവരുടെ പാർട്ടിക്ക് വേണ്ടി എവിടുന്നോ കുറേ പൈസ ഒക്കെ ഇറക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അവരുടെ എന്താ പറയാ നാർക്കോട്ടിക് ബിസിനസ്സിന് വേണ്ടി അവൻ ലാലേട്ടൻ പറയുന്നുണ്ട് നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ മുമ്പേ പറഞ്ഞ ഡയലോഗ് തന്നെയാണ് എന്നാലും ഞാനിത് പണ്ടേ എവിടെയോ പറഞ്ഞിട്ടുണ്ട് കാര്യം പറയുന്നുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്ന ആ ഡയലോഗ് മക്കൾ പറഞ്ഞില്ലേ അപ്പോൾ മക്കൾ പറഞ്ഞില്ല മക്കൾ കേട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നാർക്കോട്ടിക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലഹരി കടത്തിനും അതിനൊക്കെ വേണ്ടി എന്തിന് യൂസ് ചെയ്യാണ് ഗവൺമെന്റിന് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം അല്ലെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ഗവൺമെന്റിന് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സസീവായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി എക്സസീവായിട്ട് ഫണ്ട് യൂസ് ചെയ്താൽ അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ആരാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് അവരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അപ്പോൾ അവരൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഗവൺമെന്റിന് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ പിന്നെ പറയുന്നത് ഇൻറ്റിമിഡേഷൻ അറിയാം ഓഫ് വോട്ടേഴ്സ് ആൻഡ് റിഗിങ് ദ പോളിംഗ് ഡേ ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പോളിംഗ് ഡേയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലൂസിഫർ കണ്ടിട്ടുണ്ട് അല്ലേ ലൂസിഫർ കാണാത്ത മക്കൾ കുറവ് തന്നെയായിരിക്കും ലാലേട്ടൻ്റെ കീഡിലോസ്കി ലുക്കിലൊക്കെയാണ് ലാലേട്ടൻ ലൂസിഫറിലുള്ള അല്ലേ അതുകൊണ്ട് തന്നെ ലൂസിഫർ എല്ലാവരും മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കാണാതെ എവിടെ പോകാനല്ലേ ഓക്കെ ഇനി ഇവിടെ പറയുന്നുണ്ട് മെനി ഓഫ് ദീസ് റിപ്പോർട്ട്സ് ആർ കറക്റ്റ് ഈ പറയുന്ന റിപ്പോർട്ട് പലതും കറക്റ്റാണ് ശരിയാണ് we feel unhappy when we read these such reports ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കടുവേലോ അങ്ങനെ ഉണ്ട് അല്ലേ കടുവേലുണ്ട് കടുവേൽ നമ്മുടെ പലാപ്പള്ളി അല്ലേ അതല്ലേ ആ പാട്ടല്ലേ അല്ലേ അതല്ലേ പാലാപ്പള്ളി തിരുപ്പള്ളി പകലിനുണ്ണാണ് ഒന്നാം കുന്നിൽ ഇറങ്ങിയിട്ട് അല്ല ഒന്നാം കുന്ന് കയറുന്നല്ല ഓക്കെ പാട്ടൊക്കെ ആകെ തല തിരിഞ്ഞു മക്കളെ അതുകൊണ്ട് സാർ പാട്ടൊന്നും പാടുന്നില്ല എന്താണ് അവരോ നാലാള് ചുറ്റുന്നല്ലോ നാലാള് കൂടുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ നല്ല കിടിലം പാട്ടാണ് സാർ പണ്ട് നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കിട്ടുന്നില്ല പോട്ടെ അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വോട്ടൊന്നും ചെയ്യേണ്ടപ്പ പൈസ കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്തിനാ അപ്പൊ നമ്മൾ എന്തിനാ വോട്ട് ചെയ്യുന്നതൊക്കെ തോന്നലുകൾ നമുക്ക് ഉണ്ടാവാം ബട്ട് ഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് ഓൺ സച്ച് എ സ്കെയിൽ ആൾസോ ആസ് ദ ഡിഫീറ്റ് ഓഫ് വെരി ഓഫ് ഇലക്ഷൻ നമ്മളുടെ പറയുന്നുണ്ട് ഇത് വലിയ സ്കെയിലൊന്നുമില്ല അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി നമുക്കൊരു ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കാര്യം ഇനി പാടില്ല എന്നല്ലേ ഓക്കെ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ട ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ നാളെയും കാണണ്ടേ ആയിക്കോട്ടെ അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഈ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് മക്കളെ ആ സൊല്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് നമുക്ക് കിഡിലോസ്കി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് പലാപ്പള്ളി തിരുപ്പള്ളി വേണ്ട പോയി വീണ്ടും കിട്ടിയില്ല വീണ്ടും പോയി അപ്പോൾ എന്തായാലും സാറേ എന്ത് ചെയ്യുക വീണെടുത്ത് എണീറ്റു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ പാട്ട് ഒന്നും കൂടി പാടിയിട്ട് ആരാണോ എന്നെ പുച്ഛിച്ചത് അവരുടെ മുമ്പിൽ പാടി സെറ്റാക്കാൻ വിചാരിച്ചിരുന്നു അവിടെ വീണ്ടും എന്ത് ചെയ്തു പോയി
നജിക്ക് ബോറടിക്കുന്നു എന്നാണ് പറയുന്നത്. നജിക്ക് എന്ത് പറ്റി, എന്താണ് ബോറടിക്കാനുള്ള കാരണം നജി ഒന്ന് വെളിപ്പെടുത്തുക. ഓക്കെ ഓക്കെ. അവോ ദാമനോ അല്ല, ദാമനല്ല, ദാമോദര ഒന്നും സാർ പറഞ്ഞില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടോ ABD സാർ അവിടെ കയറി പാടുന്നുണ്ട്. അവോ ദാമോദര ഇങ്ങോട്ട് പോന്നോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെയൊന്നും ഞാൻ പാടില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ നോക്കുക. വൺ സിമ്പിൾ വേ ഓഫ് ചെക്കിംഗ് വെദർ ഇലക്ഷൻസ് ആർ ഫെയർ ഓർ നോട്ട് ഈസ് ലുക്ക് അറ്റ് ഹു കണ്ടക്ട്സ് ദ ഇലക്ഷൻസ്. ഇലക്ഷൻ ഫെയർ ആണോ നോൺ ഫെയർ അല്ലെങ്കിൽ അൺഫെയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു സിമ്പിൾ മെത്തേഡാണ് ആരാണ് ഇലക്ഷൻ നടത്തുന്നത് എന്നുള്ളത്. ആരാണ് ഇലക്ഷൻ നടത്തുന്നത്? Are they independent of the government or can government or the ruling party influence or pressurize them? Do they have enough powers to be able to conduct free and fair elections? Do they actually use these powers? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണോ, ഗവൺമെന്റ് കൺട്രോളിലാണോ, പാർട്ടിയുടെ കൺട്രോളിലാണോ, അവർക്ക് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ the answer to all these questions is quite positive for our country. In our country, elections are elected by an independent and very powerful election commission. നമ്മുടെ ഇന്ത്യയിൽ പാലാ ഷാജിക്ക് ശേഷം ABD സാറ് ഡോമിനേറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സാറിന് വീണ്ടും ഉള്ളിൽ സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മളെ മക്കള് സാറിന് വേണ്ടി ലിറിക്സ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകലേറും രാക്കുളി നാടാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകലേറും രാക്കുളി നാടാണ്. നാളാണ് ആയിക്കോട്ടെ, നാളാണ്. ഓക്കെ. ഒന്നാം കുന്ന് കയറിയിട്ട് എന്തായാലും അത് കിട്ടുന്നില്ല. സാറ് ഈ പാട്ട് നിങ്ങളുടെ മുമ്പിൽ പാടി തീർക്കും അടുത്ത ക്ലാസ്സിലേക്ക് എപ്പോഴെങ്കിലും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള, നല്ല ഫ്രീ ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ആർക്കുണ്ട് മക്കളെ? നമ്മുടെ ഇന്ത്യക്കുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. It enjoys the same kind of independence that the judiciary enjoys. Judiciary enjoy ചെയ്യുന്ന പോലെ, ജുഡീഷ്യറിക്ക് ഉള്ളത് പോലെ തന്നെ നല്ല ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ് എന്തും മക്കളെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ is appointed by the President of India. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് മക്കളെ? അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. But once appointed, the chief election commissioner is not answerable to the president or the government. ഒരിക്കൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസിഡന്റിനോടോ ഗവൺമെന്റിനോടോ ഒരു കമ്മിറ്റ്മെന്റും വേണ്ട. ഗവൺമെന്റിന് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം അല്ലേ? Okay, അപ്പോൾ നമുക്ക് നോക്കാം. Even if the ruling party or the government does not like what the commission does, it is virtually impossible for it to remove the CEC. ഇലക്ഷൻ കമ്മീഷണർ ചെയ്യുന്ന കാര്യത്തിന് ആർക്ക് ഇഷ്ടമല്ല, റൂളിംഗ് പാർട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലും അയാളെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇലക്ഷൻ കമ്മീഷണറെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Very few election commissions in the world have such wide ranging powers as the election commission of India. ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഉള്ള പോലെ തന്നെ അത്രയും പവർ പല രാജ്യങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഇല്ല മക്കളെ. അത്രയും പവർഫുൾ ആണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കാണാൻ പറ്റും. ഈസി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ കേട്ടോ. ഈസി ടേക്സ് ഡിസിഷൻസ് ഓൺ എവറി ആസ്പെക്ട്സ് ഓഫ് കണ്ടക്ട് ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ഫ്രം ദ അനൗൺസ്മെന്റ് ഓഫ് ഇലക്ഷൻസ് ടു ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നത് മുതൽ ഡിക്ലറേഷൻ വരെ, ഡിക്ലറേഷൻ ചെയ്യുന്നവരെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇലക്ഷന്റെ ലാസ്റ്റ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ഡേറ്റിൽ ചെയ്യണം, ഏതൊക്കെ സിംബൽസ് അലോ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് കോഡ് ഓഫ് കണ്ടക്ട് അടക്കം ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈസിയാണ്, ഇലക്ഷൻ കമ്മീഷനാണ് നമുക്ക് കാണാൻ പറ്റും. It implements the code of conduct and punished any candidate or party that violates. Code of conduct implement ചെയ്യും. ഈസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസോ കാൻഡിഡേറ്റോ വയലേറ്റ് ചെയ്താൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും. അവരുടെ പൊസിഷൻ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക നോമിനേഷൻ റിജക്ട് ചെയ്യാനൊക്കെയുള്ള റൈറ്റ് ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും.
During the election period, the EC can order the government to follow some guidelines to prevent use and misuse the governmental powers, enhance its chance to win elections or the transfer some government officials. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇലക്ഷൻ ടൈമിൽ ഗവൺമെന്റിന് ചില ഓർഡേഴ്സ് കൊടുക്കാൻ ആർക്ക് പറ്റും? ഇലക്ഷൻ കമ്മീഷന് പറ്റും. ഗവൺമെന്റ് ഈ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില ആളുകൾക്ക് എന്ത് കൊടുക്കുന്നു? ട്രാൻസ്ഫർ കൊടുക്കുന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യാനും ആർക്ക് പറ്റും? ഇലക്ഷൻ കമ്മീഷന് പറ്റും. When on election duty, government officers work under the control of election commission and the government. Okay, election commission and not the government. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇലക്ഷൻ ഡേറ്റിൽ അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടി ടൈമിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ് ആരായിട്ട് വർക്ക് ചെയ്യേണ്ടത്. മക്കൾ നേരത്തെ ചോദിച്ച ചോദ്യമായിരുന്നു, ഒരു മക്കൾ ചോദിച്ച ചോദ്യമായിരുന്നു ഇലക്ഷൻ ആരാണ് ഇലക്ഷൻ ഡ്യൂട്ടി ഓഫീസേഴ്സ് ആരാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി ടൈമിൽ ഇലക്ഷൻ ഡേയ്സിൽ ആരാണ്? ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയാണ് ഇലക്ഷൻ ഒഫീഷ്യൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് കാണാൻ പറ്റും ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സിനെ നമുക്ക് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല മക്കളെ, ഇല്ല. ബിക്കോസ് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ത്രൂ ഔട്ട് ഇയർ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കാലാകാലവും ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഒഫീഷ്യൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യാനുള്ള കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് അതും എല്ലാവർക്കും വർക്ക് ഉണ്ടാവില്ല, ഇലക്ഷൻ ടൈമിൽ അവർക്ക് വർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ഒഫീഷ്യൽസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ഒഫീഷ്യൽസിനായിരിക്കും. ആ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഇലക്ഷൻ ഒഫീഷ്യൽസ് ആയിട്ട് സെലക്ട് ചെയ്ത് അന്ന് മുതൽ ഇപ്പൊ സാർ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലാണ് വിചാരിച്ചു, സാർ വൺ ഡൗട്ട് ഇലക്ഷൻ 5 വർഷം, അതാണ് സാർ പറഞ്ഞത് ഇലക്ഷൻ 5 വർഷം കൊണ്ടുപോയി ഉണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് സാലറി കൊടുക്കുക? അതിനുള്ളത് ഇപ്പോൾ സാർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. സഞ്ജയ് അത് ക്ലിയർ ആയി വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂജ് നമ്പർ ഓഫ് ഒഫീഷ്യൽസിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തത്. എപ്പോഴാണോ അത് റിക്രൂട്ട് ചെയ്യുന്നത്, എപ്പോഴാണോ അവർക്ക് ആവശ്യം വരുന്നത്, അപ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ആയിരിക്കും ഇലക്ഷൻ ഓഫീഷ്യൽസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ബാക്കി വരുന്ന ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ ചീഫ് കമ്മീഷണറും അതുപോലെ തന്നെ സബ് കമ്മീഷൻ അല്ലെങ്കിൽ എന്താ പറയുക സബ് ഡ്യൂട്ടീസുള്ള ആളുകളും മറ്റ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഒഫീഷ്യൽസിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ടൈം കഴിഞ്ഞാൽ അവരെ തിരിച്ചു വിടും. ഓക്കെ, മറ്റേ ഇലക്ഷൻ കമ്മീഷണർക്കൊക്കെ ത്രൂ ഔട്ട് എന്തുണ്ടാവും? സാലറി ഉണ്ടാവും. ഓക്കെ, ബാക്കി ഇലക്ഷൻ ഒഫീഷ്യൽസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരു ടൈമിൽ ആരുടെ കൺട്രോളായിരിക്കും? ഇലക്ഷൻ കമ്മീഷന്റെ കൺട്രോളായിരിക്കും ആ ഗവൺമെന്റ് ഒഫീഷ്യൽസ്. അതായത് ഡ്യൂട്ടി ടൈം അടക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി ടൈം ആയിരിക്കും. സാർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ സാർ ഒരു ഇലക്ഷൻ എന്താ പറയുക ഓഫീസറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു വിചാരിച്ചോ. സാർ ഒരു ഗവൺമെന്റ് ഓഫീസറായിരുന്നു, ഇലക്ഷൻ ഓഫീസറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. സാർ ഒരു ഗവൺമെന്റ് ഓഫീസറായിരുന്നപ്പോൾ സാറിന്റെ ടൈം എന്ന് പറയുന്നത് മേ ബി 10 to 4 ആയിരിക്കാം എന്നൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇലക്ഷൻ ഓഫീസർ ആകുമ്പോൾ സാറിന്റെ ടൈം എന്ന് പറയുന്നത് മേ ബി എന്തായിരിക്കാം? 8 to 3 ആയിരിക്കാം, 8 to 4 ആയിരിക്കാം. അതിൽ വേരിയേഷൻ വരാം. എന്നാലും അത് ആരുടെ അണ്ടറിലായിരിക്കും? ഇലക്ഷൻ കമ്മീഷൻ അണ്ടറിലായിരിക്കും. സാർ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സഞ്ജയ് ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മൂവ് ചെയ്യേണ്ടതുണ്ട്. When election officials come to the opinion that polling was not fair in some booths or even an entire constituencies, okay, they order a pre-poll. ഇപ്പോൾ ഇലക്ഷൻ ഒഫീഷ്യൽസ് തീരുമാനിക്കുകയാണ് പോളിംഗ് എന്തല്ല ഫെയർ അല്ല അൺഫെയർ ആണ് എന്ന് ആർക്ക് തോന്നാണ്? ഇലക്ഷൻ ഒഫീഷ്യൽസിന് തോന്നുകയാണെങ്കിൽ അവിടെ എന്ത് നടത്തണം? റീപോൾ നടത്തണം. വീണ്ടും എന്ത് നടത്തണം? ഇലക്ഷൻ നടത്തണം, റീപോൾ നടത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, then the ruling parties often do not like what the election does, but they have to obey. This would not have happened if the AC was not independent and powerful. നമ്മളോട് പറയുന്നുണ്ട് റൂളിംഗ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടീസിനൊന്നും എന്ത് ഇഷ്ടപ്പെടുന്നില്ല, ഈ ഇലക്ഷൻ ഓഫീഷ്യൽസിന്റെ ആക്ടിവിറ്റീസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് അവർ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്ക് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലാസ് ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വിത്തിൻ 10 minutes നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. വിത്തിൻ 10 minutes നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് നമ്മൾ 8:10 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, popular participation ആണ് നമ്മൾ നോക്കുന്നത്. Another way to check the quality of the election process is to see whether people participate with the enthusiasm. നമ്മളോട് പറയുന്നത് ഇനി ഇലക്ഷൻ പ്രോസസ്സിന്റെ മറ്റൊരു പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അപ്പോൾ ഓക്കെ
സഞ്ജയ് ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ഇലക്ഷൻ സിസ്റ്റത്തിലുള്ള നമ്മൾ എന്താ പറയുക ക്വാളിറ്റി നമ്മൾ നോക്കുന്നത് എത്ര ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് ബെറ്റർ ആണെങ്കിലേ കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ പറയാറുണ്ട് നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ് ബെറ്റർ ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബെറ്റർ ആവുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ 9th മക്കൾ ഇപ്പോൾ നമ്മുടെ CBSE 9th എടുക്കുമ്പോൾ സാർ പറയാണ് സ്റ്റേറ്റ് സിലബസിൽ 9th മക്കൾ നമ്മുടെ ആദർശ് സാറിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ AD സാറിൻ്റെ ക്ലാസ്സിൽ 49K ഓൾമോസ്റ്റ് 48 ആൻഡ് സംതിങ് K എന്ത് ചെയ്തിട്ടുണ്ട് ലൈവ് കൗണ്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് അത്രത്തോളം എന്താണ് പറയുക അത്രത്തോളം ആ ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസും അത്രത്തോളം ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അത്രത്തോളം സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് അത് നോക്കുന്നത്. അത് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലക്ഷൻ കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിന് ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് എത്ര ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇഫ് ദ ഇലക്ഷൻ പ്രോസസ് ഇസ് നോട്ട് ഫ്രീ ഓർ ഫെയർ പീപ്പിൾ വിൽ നോട്ട് കണ്ടിന്യൂ ടു ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ എക്സസൈസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ പ്രോസസ്സ് ഫ്രീ അല്ല ഫെയർ അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ പൊട്ടന്മാരല്ല, ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യൂല. ക്ലിയർ. നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മളൊരു സാധനം കൊടുക്കുന്നത് അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ പിന്നീട് വീണ്ടും ആളുകൾ വരുമോ? ഇല്ല. ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആളുകൾ വീണ്ടും വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ ഇലക്ഷൻ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ ആളുകൾ വീണ്ടും അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ അല്ലെങ്കിൽ ആളുകൾ വീണ്ടും എന്ത് വോട്ട് ചെയ്യോ? ഇല്ല. Now read these charts and draw some conclusion about the participation in India. ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതായത് നമ്മൾ 1991 നിന്നും 2015 എത്തുമ്പോൾ ഇന്ത്യയിൽ ഇലക്ഷനിലെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഗ്രോ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ വന്നിട്ടുള്ളത് UK ആണ്. UK യിലാണെങ്കിൽ ഫാൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി people's participation in election is usually measured by the voter turnout figures. Turnout indicate the percentage of the eligible voters who actually cast their vote over the last 50 years. The turnout in Europe and North America has declined. In India, turnout has either remained stable or actually gone up. ഇന്ത്യയിലാണെങ്കിൽ അത് വളർന്നു വന്നിട്ടുള്ളതായിട്ടും യൂറോപ്പിൽ അത് തളർന്നു വന്നിട്ടുള്ളതായിട്ടും കുറഞ്ഞു വന്നിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യയിൽ US എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ് അപ്പർ കാസ്റ്റ് 56ഉം നമുക്ക് ST ആണെങ്കിൽ 61ഉം SC ആണെങ്കിൽ 60ഉം OBC ആണെങ്കിൽ 58ഉമാണ്. ഇനി US-ലേക്ക് ആകുമ്പോൾ വൈറ്റ് പീപ്പിൾസ് 60ഉം ബ്ലാക്ക് പീപ്പിൾസ് എന്താ പറയുക 56ഉം അതുപോലെ തന്നെ ഹിസ്പാനിക് അല്ലെങ്കിൽ അവർ ലോ ക്ലാസ്സസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് 28ഉമാണ് എന്ത് ചെയ്തിട്ടുള്ളത് വോട്ട് എന്താ പറയുക പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പൂവേഴ്സ് ആണ് ഇന്ത്യയിൽ കൂടുതൽ എന്തിൽ വിശ്വസിക്കുന്നത് ഇലക്ഷൻ സിസ്റ്റത്തിൽ ഡെമോക്രസിയിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡു യു തിങ്ക് യുവർ വോട്ട് മേക്സ് എ ഡിഫറൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് 67% ഓഫ് ദ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട് യെസ് ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് ഇഫക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഹാസ് നോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓൺലി 18% ആണ്. ഡോണ്ട് നോ അറിയില്ല എന്ന് പറയുന്നത് 15% ആണ്. ദാറ്റ് മീൻസ് മെജോറിറ്റിയും എന്ത് പറയുന്നുണ്ട് യെസ് ഇലക്ഷൻ എന്തുണ്ടാക്കുന്നുണ്ട് ഇഫക്റ്റീവ് ആണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് യെസ് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കോമൺ പീപ്പിൾ ഇന്ത്യ കോമൺ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ റിയലൈസ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഇനി ദോസ് ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ എനി ഇലക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻ്റെ ദാറ്റ് ഫോളോസ് മാത്രമല്ല ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട് 32% ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് 32% എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിലെ ഒരാളെങ്കിലും എന്തിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി അല്ലെങ്കിലും ഒരു മെജോറിറ്റിയുടെ ഫാമിലി ആളുകൾ എന്തിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഇലക്ഷൻ പ്രോസസ്സിൽ ഭാഗമാവുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. In acceptance of election outcome നമുക്ക് നോക്കാം. One final test of the free and fairness of election has in the outcome itself. If election are not free or fair, the outcomes always favors the powerful. അപ്പോൾ നമ്മൾ പറയുന്നത് ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ അല്ലെങ്കിൽ എപ്പോഴും ഔട്ട്കംസ് എന്തായിരിക്കും യെസ് നമുക്ക് കാണാൻ പറ്റും പവർഫുള്ളിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഔട്ട്കംസ് ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ റൂളിംഗ് പാർട്ടീസ് ഡു നോട്ട് ലോസ് ഇലക്ഷൻസ്. അപ്പോൾ എപ്പോഴും ഔട്ട്കംസ് ഫ്രീ ആൻഡ് ഫെയർ അല്ല ഇലക്ഷൻ എങ്കിൽ ഔട്ട്കംസ് എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ആളുടെ കൂടെ നിൽക്കും എന്ന് പറയുമ്പോൾ എപ്പോഴും റൂളിംഗ് പാർട്ടി അവിടെ ഗവൺ ചെയ്യണ്ടേ അല്ലേ മക്കളെ? ഒരു പാർട്ടി ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടി തയ്യാറങ്ങോ? ഇല്ലല്ലോ. ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു ഗവൺമെന്റ് ഗവൺ ചെയ്യുന്നുണ്ട് വിചാരിച്ചോ, പിന്നെ അവർ തയ്യാറങ്ങോ? ഇല്ല. പക്ഷെ ഇന്ത്യയിൽ എന്താണ് പാർട്ടികൾ മാറി മാറി വരുന്നില്ലേ? ഇന്ത്യയിൽ ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഫസ്റ്റ് ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ആ പാർട്ടി മാറി മാറി വരുന്നുണ്ട്. കോൺഗ്രസ് വരുന്നുണ്ട്, BJP വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് വരുന്നുണ്ട്, LDF വരുന്നുണ്ട്, UDF LDF ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം യെസ് ഇവിടെ എന്തല്ല
ഇവിടെ ഒരിക്കലും പവർഫുള്ളിന് എന്താ പറയുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഇലക്ഷൻ അല്ല, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ചലഞ്ചസ് ടു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, എന്നാലും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ചില ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓൾ ദിസ് ലീഡ്സ് ടു ദ സിമ്പിൾ കൺക്ലൂഷൻ, ഇലക്ഷൻ ഇൻ ഇന്ത്യ ആർ ബേസിക്കലി ഫ്രീ ആൻഡ് ഫെയർ. ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രീ ആൻഡ് ഫെയർ തന്നെയാണ്. The party that wins an election and forms government does so because the people have chosen it over its rivals. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടി എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ദിസ് മേ നോട്ട് ബി ട്രൂ ഫോർ എവറി കോൺസ്റ്റിറ്റ്യുവൻസി, പക്ഷേ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. എക്സാമ്പിൾ പറയുകയാണ്, എ ഫ്യൂ കാൻഡിഡേറ്റ് മേ വിൻ പ്യുവർലി ഓൺ ദ ബേസ് ഓഫ് മണി പവർ ആൻഡ് അൺഫെയർ മീൻസ്. ചില കോൺസ്റ്റിറ്റ്യുവൻസീസിലെങ്കിലും ചില നിയോജക മണ്ഡലങ്ങളിലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അൺഫെയർ ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള ആളുകളും മണി പവറും മസിൽ പവറും യൂസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, വോട്ട് ചെയ്യുന്നുണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് എൻറ്റയർ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻറ്റയർ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ പൊട്ടന്മാരാണോ? അല്ല. പക്ഷെ ചില പെർട്ടിക്കുലർ ഏരിയയിൽ അത് നടക്കുന്നുണ്ടാവാന്ന് പറയുന്നത്. ബട്ട് ദ ഓവറോൾ വെർഡിക്റ്റ് ഓഫ് ജനറൽ ഇലക്ഷൻ സ്റ്റിൽ റിഫ്ലക്ട് ദ പോപ്പുലർ പ്രിഫറൻസ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇലക്ഷനിൽ, ജനറൽ ഇലക്ഷനിൽ ഏറ്റവും എന്താ പറയുക, നമ്മുടെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. There are very few expectations to this rule in the last 60 years in our country. This is what makes Indian election democratic. നമ്മൾ പറയുന്നുണ്ട് many limitations and challenges of Indian elections to our attention. This include നമുക്ക് കാണാൻ പറ്റും ചില ലിമിറ്റേഷൻസും ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അതും കൂടി പറഞ്ഞാൽ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിയും. Candidates and party with a lot of money may not be sure of their victory, but they do enjoy a big and unfair advantage over smaller parties and independent. നമ്മൾ പറയുന്നുണ്ട് ചില പാർട്ടികളോ കാൻഡിഡേറ്റോ വലിയ ഇറക്കുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അവർ ചെറിയ പാർട്ടികളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനോ വേണ്ടി എന്ത് ചെയ്യാം, ചില പാർട്ടികളെങ്കിലും വലിയ ഫണ്ടുകൾ ഇറക്കിയേക്കാം. ഇൻ സം പാർട്ട് ഓഫ് ദ കൺട്രി കാൻഡിഡേറ്റ്സ് വിത്ത് ക്രിമിനൽ കണക്ഷൻ ഹാവ് ബീൻ ഏബിൾ ടു പുഷ് അതേഴ്സ് ഔട്ട് ദ ഇലക്ടോറൽ റേസ് ആൻഡ് ടു സെക്യൂർ ടിക്കറ്റ്സ് ഫ്രം മേജർ പാർട്ടീസ്. ചിലപ്പോഴെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെങ്കിലും ക്രിമിനൽ കണക്ഷൻസ് ഉള്ള ആളുകളെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ട് ടിക്കറ്റ്സ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിലോ ഇലക്ഷന് കാൻഡിഡേറ്റ് ആവാൻ ഓരോ പാർട്ടിയും കൊടുക്കുന്ന അവസരത്തെയാണ് നമ്മൾ ടിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് ചില ആളുകൾക്കെങ്കിലും നിഷേധിക്കപ്പെടാറുണ്ട്. ചില ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ കയറി വരാറുണ്ട്. സം ഫാമിലീസ് ടെൻഡ് ടു ഡോമിനേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ടിക്കറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു റിലേറ്റീവ്സ് ഫ്രം ദീസ് ഫാമിലീസ്. ചില ഫാമിലീസ് എന്ത് ചെയ്യും, അവരുടെ ഫാമിലീസിലെ ആളുകൾ തന്നെയായിരിക്കും റൂളേഴ്സ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ മൊണാർക്കിയൊക്കെ പോലെ, നമ്മുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ പോലെ, അല്ലെങ്കിൽ മൊണാർക്കി പോലെ ഡൈനാസ്റ്റി ഒക്കെ പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു രാജാവ് മരിച്ചാൽ അയാളുടെ മകൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എന്താണ്, ചില പാർട്ടിയെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് തന്നെയായിരിക്കും ഈ ഒരു ചാൻസ് കൊടുക്കുക, ഇലക്ഷന് മത്സരിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. Very often, elections offer little choice to ordinary citizen. For both the major parties are quite similar to each other both in policy and practice. നമുക്ക് കാണാൻ പറ്റും ഓർഡിനറി സിറ്റിസൺസിന് ചെറിയ ചാൻസ് മാത്രമേ ഇതിലൂടെ ലഭിക്കുന്നുള്ളൂ. ഇലക്ഷൻ മത്സരിക്കുന്ന കാര്യത്തിലേക്ക് ചെറിയ ചോയ്സസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. സ്മോളർ പാർട്ടീസ് ആൻഡ് ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് സഫർ എ ഹ്യൂജ് ഡിസഡ്വാൻറ്റേജ് കമ്പയർഡ് ടു ബിഗർ പാർട്ടീസ്. ചെറിയ പാർട്ടികളും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നവകേരള സദസ്സിൻ ഓക്കെ. എന്തായാലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാണ് സാർ പറയാണ്, ഇപ്പോൾ ഒരു എന്താ പറയുക ഗവൺമെന്റ് അതിൻ്റെ എൻഡോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അവരുടെ ആ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് മേ ബി കൂടുതൽ വോട്ട് കിട്ടാൻ കാരണമായേക്കാം, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാനും കാരണമായേക്കാം. അത്രേ ഉള്ളൂ. ഒരു ഗവൺമെന്റ് ഇപ്പം നമ്മുടെ റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിലൂടെ മേ ബി എന്ത് കിട്ടും, കൂടുതൽ പോപ്പുലർ സപ്പോർട്ട് കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാനും കാരണമായേക്കാം, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാനും കാരണമായേക്കാം. ഇനി നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. ദീസ് ചാലഞ്ചസ് എക്സിസ്റ്റ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ. ഈ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, മെനി എസ്റ്റാബ്ലിഷ്ഡ് ഡെമോക്രസിയിലും ഇത് കാണാൻ പറ്റും. ദീസ് ഡീപ്പർ ഇഷ്യൂസ് ആർ എ മാറ്റർ ഓഫ് കൺസേൺ ഫോർ ദോസ് ഹു ബിലീവ് ഇൻ എ ഡെമോക്രസി. ദാറ്റ് ഈസ് വൈ സിറ്റിസൺസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് ഹാവ് ബീൻ ഡിമാൻഡിങ് റിഫോം ഇൻ ഇലക്ടോറൽ സിസ്റ്റം. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്തല്ല, ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. അതുകൊണ്ട് തന്നെ
എന്ത് ചെയ്യുന്നുണ്ട്, പല ഓർഗനൈസേഷൻസും പല സിറ്റിസൺസും എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, റീഓർഗനൈസ് ചെയ്യാം, ഈ ഒരു റീഫോർമേഷൻ ഇലക്ടോറൽ സിസ്റ്റം റീഫോം ചെയ്യുക എന്നൊരു ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. അല്ല സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഒരു ഫയർ ഇട്ട് നോക്കട്ടെ, ലൈക്ക് അടിച്ച് ഒരു ഫയർ ഇട്ടോളി. സെറ്റ് ആണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ടോളി. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, എന്താണ് ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കാൻ വിട്ട് പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ചും കൂടി എന്ത് ചെയ്യുക, പോകുന്ന വഴിക്ക് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഫയർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഇവിടെ തീപ്പെട്ടിയെടുക്കാനില്ല, ഫയർ ഒന്നല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ് ഓൾ, ബൈ.